ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും. സ്വർണ്ണക്കവർച്ചയിൽ പ്രശാന്തിന്റെ ഭരണസമിതിയുടെ പങ്കുകൂടി വ്യക്തമായ സാഹചര്യത്തിലാണ് അറസ്റ്റ്. ഹൈക്കോടതിയെ അറിയിക്കാതെ സ്വർണ്ണപ്പാളികൾ കടത്തിയതിൽ പ്രശാന്തിന്റെ ഇടപെടൽ ദുരൂഹം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള 9 ഭരണസമിതി അംഗങ്ങൾക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രശാന്തിന്റെ അറസ്റ്റ് അനിവാര്യമാകുന്നത്. 2025-ൽ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കൈമാറിയതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. ഹൈക്കോടതിയുടെ യാതൊരുവിധ അനുമതിയും കൂടാതെയാണ് ദ്വാരപാലക പാളികളിൽ നിന്നും കട്ടിളപ്പാളികളിൽ നിന്നും സ്വർണം കടത്തിയത്. 2019-ൽ നടന്ന സമാന സംഭവം മറച്ചുവെക്കാനും ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായി എന്നും കണ്ടെത്തലുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം ഇത് സംബന്ധിച്ച് വിശദവിവരം ഹൈക്കോടതിയെ ധരിപ്പിച്ചു. കൂടുതൽ വിവരശേഖരണത്തിനും വ്യക്തതയ്ക്കും വേണ്ടി പ്രശാന്തിനെ കസ്റ്റഡിയിലെടുക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. പ്രശാന്തിനെ ചോദ്യം ചെയ്താൽ മാത്രമേ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. സ്വർണ്ണപ്പാളികളിൽ സമഗ്രാന്വേഷണം വേണമെന്ന് നിലവിലെ ദേവസ്വം പ്രസിഡന്റ് K. ജയകുമാർ കൂടി നിലപാട് വ്യക്തമാക്കി. നേരത്തെ തന്നെ പ്രശാന്തിനെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം ഉയർന്നതാണ്. എന്നാൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പ്രശാന്ത് രക്ഷപ്പെടുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.